എവിടെപ്പാ അൻസു സൈനൊക്കെ ഓനെ വിളിച്ചാണി ഓരോട്ട് വർത്താനം പറയാൻ എനിക്ക് ലത്തീഫേ ഞാൻ ഒച്ചപ്പാണ്ടാക്കൊന്നും വേണ്ടടാ. ഒച്ചപ്പാണ്ടാക്കാൻ എങ്ങനെപ്പാ ഒരു കാട്ടിപ്പേടി നിങ്ങൾക്ക് എന്താ അറിയില്ലേ? രണ്ടു റൂമിൽ ഇരിക്കണ്ടാവും. ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളോട്. ഷൈന എന്താടി അവിടെ ഒരു ഒച്ചപ്പാട്? ആർക്കറിയിച്ച് വന്നു ആരാ നോക്കട്ടെ. ആ അളിയാ എന്തൊക്കെയാ വിശേഷങ്ങള്? വിശേഷങ്ങൾ കിടക്കട്ടെ. വിശേഷങ്ങളൊക്കെ ഞാൻ നോക്കാൻ മതി. അനസേ അന്റെ പെണ്ണുങ്ങളെ മാല ഇന്റെ പെണ്ണുങ്ങൾ എടുത്തുന്ന പരാതി ഇറക്കണല്ലോ ഇവിടെ. അല്ല ഷൈന ഇജി ഓടി എടുക്കണേ കണ്ടോ? അന്റെ താവില് എല്ലില്ല വെച്ചിട്ട് എന്തോട് വിളിച്ച് പറയല. നിന്റെ മാല താത്തന്നെ എടുത്തത്. നിന്റെ റൂമിൽ നിന്ന് താത്ത പോണെന്ന് ഞാൻ കണ്ടതുമാണ്. പിന്നെ ഈ വീട്ടിക്ക് അമ്മായിയും താത്തയും മാത്രമേ കേറി വന്നിട്ടുള്ളൂ. താത്തന്നെ എടുത്തത് എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാ. അതന്നെ. ആ ഇതിപ്പോ ഞാൻ രണ്ടാളെയും കൂടെ കൂടാതെ അല്ലേ അളയാ? നിങ്ങൾക്ക് ഇപ്പൊ എന്താന്ന് ഐഡിയ എനിക്ക് മനസ്സിലായിക്കണ്. ബാപ്പാനെ നിങ്ങൾക്ക് നോക്കാനാവില്ല. എന്തായാലേ ഞാൻ എന്റെ ഭാര്യ ഇങ്ങോട്ട് പറഞ്ഞേക്കണില്ല. ഈ ചിലത്തോളം കാര്യം ഓളിഞ്ചിന് വരുന്നില്ല. മനസ്സിലായ എനിക്ക്? എന്റെ കുട്ടിന്റെ കച്ചടി കുട്ടിക്കാരി വെറുതെ പറഞ്ഞിട്ടാക്കിയല്ലോ. എന്റെ കുട്ടി അങ്ങനെ ചെയ്യോ? കേട്ടോട് നിൽക്കട്ടെ. അന്റെ കൂടെ പുറപ്പാലാണ് അവള്. ഓള് മാല പോയിന്ന് പറഞ്ഞ നേരാണിപ്പാ. ഞങ്ങളിവിടെ മൊത്തം നോക്കി ആ മാല എവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥേ അത് കളവ് പോയിന്നല്ലേ. ഷൈന പറഞ്ഞ താത്തി അമ്മായി അല്ലാണ്ടേ വേറെ ആരും ഈ വീട്ടിലേക്ക് വന്നിട്ടൊന്നുമില്ല. അന്റെ പെങ്ങളെ പറ്റിയാണ് ഈ പുരാതിക്ക് പറഞ്ഞിട്ടുണ്ടാക്കണത്. ഉള്ള നേരം കൊണ്ടോളെ എന്നെ നോക്കിയിരി. ഇത് രണ്ടാളും കൂടി അതും ഇല്ലാതാക്കി. എന്നിട്ട് രണ്ടോടും പടച്ചും പൊറക്കൂലിട്ടണം. സാരല്ലപ്പാ, ആരാലും ശരി ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കും. ഞാൻ പോവാണ്.